ബേക്കിംഗ് ഒന്നും ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് വരെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി വായിലിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അതേപോലെയുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇത്. ഇതുണ്ടാക്കാൻ എഗ് ബീറ്ററിൻ്റെ വരെ ആവശ്യമില്ല. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മൈദ, കൊക്കോ പൗഡർ, പിന്നെ പഞ്ചസാര, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ്, ഇത്രയും കാര്യങ്ങൾ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണേ. ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇത് നല്ല പോലെ മിക്സ് ആയിട്ട് വരണം, എല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ആവണേ. പിന്നെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരൊറ്റ മുട്ട ഇട്ട ശേഷം അതൊന്ന് ബീറ്റ് ചെയ്യുക. എന്നിട്ട് അതും ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ അതിലേക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിൽ, അതേപോലെ തന്നെ ബട്ടർ മിൽക്ക്. അത് കുറച്ച് പാലെടുത്തിട്ട് വിനാഗിരി ഇട്ട് ഒരു അരമണിക്കൂർ വെച്ചാൽ മതി, ബട്ടർ മിൽക്ക് ആവും. എന്നിട്ട് ഇതും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതേപോലെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചൂടുവെള്ളം, അതും കൂടെ ഒഴിച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അരിച്ചിട്ട് ഒരു ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഞാനിപ്പോൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. അത് 180 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ്സ് ബേക്ക് ചെയ്താൽ മതി. നിങ്ങൾ സ്റ്റൗ ടോപ്പിലാണെങ്കിലും ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം.